സാധാരണ ജോർജിയൻ ട്രാവൽ വ്ളോഗുകളിൽ അധികം കാണാത്ത സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ചന്തയിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ അധികം എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ എഡിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ലൈവായിട്ട് നമ്മൾ പോയപ്പോഴുണ്ടായ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട്. കുട്ടൈസിന്ന് ജോർജിയയിലേക്ക് പോകുന്ന വഴിക്കൊക്കെ എല്ലാവരും ഷവർമയൊക്കെ വാങ്ങി തിന്നുമ്പോൾ ഞാനും ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ കോണാണ്. എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിന് നല്ല വലിപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ സാധാരണ കോണ് പോലെയല്ല, ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ നല്ല തടിച്ചുരുണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ മാവ് നിറച്ച പോലത്തെ സംഭവമാണ് ഇവിടുത്തെ ആ ഒരു കോണെന്ന് പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് പുഴുങ്ങിയിട്ട് വാങ്ങാൻ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊന്നും ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സ്ട്രോബെറി, റോസ്ബെറി, ബ്ലൂബെറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഇതൊക്കെ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെടികളിലൊക്കെ കായ്ച്ചു നിൽക്കുന്നതും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്കും അധികം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാത്ത കാരണം നമ്മൾ അധികം പേരൊന്നും ചോദിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ലൈവ് ഫിഷുകളാണ്. ഒക്കെ തന്നെ ടാങ്കിനകത്ത് നമുക്ക് ഫിൽറ്ററും മറ്റേ ഓക്സിജൻ കൊടുക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് ഇവിടുത്തെ ആ ഒരു ലൈവ് വോയിസ് തന്നെ ഇതിനോടൊപ്പം ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഒത്തിരി ഇങ്ങനെ ബഹളവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചിലപ്പോൾ ഒക്കെ കൂടി ആയിട്ട് ആകെ ഒരു മിക്സ് ആയത് കാരണമാണ് ഞാൻ ഇടാത്തത്. എന്നാലും ഇടയ്ക്കൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ലൈവ് വോയിസ് തന്നെ ഇടാൻ ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിയാണ്. അവിടെ കുറേ ചെടികളുടെയൊക്കെ കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസിന് പറ്റിയ കുറേ ചെടികൾ, പിന്നെ ഈ പായലൊക്കെ ഇല്ലേ, നമ്മുടെ കയ്യാലമേലെ കാണുന്ന പായലുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂടൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് കൊതിയൊക്കെ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ മിണ്ടാണ്ട് പോന്നു. പിന്നെ ദേ ഒരു അപ്പാപ്പൻ ഇരുന്നിട്ട് നമ്മുടെ കത്തിയൊക്കെ ആവുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു മാർക്കറ്റിൽ പോയ പോലെ തന്നെയാണ്. ഒട്ടുമിക്ക ഫ്രൂട്ട്സുകളൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വാങ്ങാനല്ലാണ്ട് ഇങ്ങനെ തെണ്ടി നടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു ടീം ഞങ്ങൾ മാത്രം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാർക്കിങ്ങിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കുറേ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ എപ്രാവശ്യത്തെയും പോലെ തന്നെ ഒരാളുടെ കൈയും കാലമൊക്കെ പിടിച്ചിട്ട് അവരെ കൊണ്ടാണ് നമ്മൾ പാർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെയിൻ ഇവിടുത്തെ പ്രശ്നം നമുക്ക് പാർക്കിംഗ് ഇടാൻ അറിയത്തില്ല, ആ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ചിക്കൻ്റെയും മീനിൻ്റെയൊക്കെ ഏരിയ വരുന്നത്. ചിക്കനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വിത്ത് കാലോട് കൂടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നോടുകൂടി തന്നെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഫിഷ് എല്ലാം പിന്നെ ലൈവ് ഫിഷ് തന്നെയാണ്. ഒട്ടുമിക്കത് ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് വെച്ചിരിക്കുന്നത് വളരെ റെയറായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒക്കെ ഇങ്ങനെ ഫിഷ് ടാങ്കിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ലൈവായിട്ട് വെച്ചിരിക്കുന്ന ഫിഷുകൾ തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിൽ മുശുവല്ല എൻ്റെ ഇവിടുത്തെ ഫ്രൂട്ട്സുകളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒട്ടുമിക്ക മീനുകളും ഇതൊക്കെ ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. എന്നാലും കണ്ടു നടക്കാൻ നല്ല രസമായത് കാരണം നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അധികം സമയമൊന്നും നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 hour തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാനുണ്ടായിരുന്നേ. ഇത് പിന്നെ സ്പൈസസിൻ്റെയൊക്കെ കടകളാണ്. കുറേ അധികം ഈ ഉള്ളി, മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു ഏരിയയിലൊന്നും അധികം നമ്മളെപ്പോലെ ആൾക്കാർ വരാത്തതുകൊണ്ടാവും അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെന്ന ഒരേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ട്രഡീഷണൽ സ്വീറ്റ്സ്, ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് കൂടി ഒട്ടും കവർ ചെയ്യാണ്ട് ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുവാണ്. ഇത് പിന്നെ നമുക്ക് പാക്കറ്റായിട്ട് തന്നെ എല്ലായിടത്തും മേടിക്കാനൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കിലോയ്ക്ക് 15 ലാറി, ഇത് ഒരു ബോക്സിന് 20 ലാറി, അതായത് 20 ദിറംസ്. ഇത് 1 കിലോയ്ക്ക് 15 ദിറംസ്.
അപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവ് തന്നെയാണ്. അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് വിസിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.